വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. സോ മക്കളെ, നമ്മുടെ എക്സാം ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. 17-ാം തീയതിയാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. മക്കളെ എല്ലാവരും നല്ല രീതിയിൽ പഠനം ആരംഭിച്ചിട്ടുണ്ടാവും എന്ന് മിസ് പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് നമ്മുടെ ചോദ്യപേപ്പറിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ നല്ല രീതിയിലൊന്ന് പഠിക്കുക. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വരികൾ കൂട്ടിച്ചേർക്കുക. അപ്പൊ നമുക്ക് കുറേ സൂചനകളൊക്കെ തന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തി വരികൾ കൂട്ടിച്ചേർക്കാനായിട്ട് നമ്മളോട് പറയും. ചിലപ്പോൾ നിങ്ങളുടെ സൈഡിൽ തന്നെ അല്ലെങ്കിൽ ആ ചോദ്യപേപ്പറിന്റെ ഒരു വശത്ത് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചിത്രങ്ങൾ കാണാനായിട്ട് പറ്റും. ആ ചിത്രവുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളോട് വരികൾ കൂട്ടിച്ചേർക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ വരികൾക്കിടയിൽ തന്നെ അതിന്റെ സൂചനകളൊക്കെ ഒളിഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു സൂചനകളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ വൃത്തിയായിട്ട് ഉത്തരം എഴുതണം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. വരികൾ കൂട്ടിച്ചേർക്കുക. പൂ പൂ വെള്ളപ്പൂ വെള്ള നിറത്തിൽ തുമ്പപ്പൂ. പൂ പൂ നീലപ്പൂ നീല നിറത്തിൽ നമുക്ക് ഇവിടെ പൂരിപ്പിക്കണം. അതുപോലെ പൂ പൂ ചുവപ്പ് പൂ ഇവിടെ നമുക്ക് കൂട്ടിച്ചേർക്കണം. ഇനി പൂ പൂ റോസ് പൂ ഇവിടെ നമുക്ക് കൂട്ടിച്ചേർക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങൾക്ക് ഇവിടെ പൂക്കളെ പറ്റിയും അതുപോലെ തന്നെ അവയുടെ നിറങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചോദ്യമാണിതല്ലേ. അപ്പൊ ഇവിടെ ഏറ്റവും ആദ്യം പറയുന്നുണ്ട് പൂ പൂ വെള്ളപ്പൂ വെള്ള നിറത്തിൽ തുമ്പപ്പൂ. കാരണം ഒരു വെള്ള നിറത്തിലുള്ള ഒരു പൂവാണ് നമ്മുടെ തുമ്പപ്പൂ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇവർ നിറം പറഞ്ഞിട്ട് ആ നിറമുള്ള ഏതെങ്കിലും പൂവാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് പൂ പൂ നീലപ്പൂ നീല നിറത്തിലുള്ള ഒരു പൂ ഏതാണെന്ന് മക്കൾ ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾക്ക് അറിയാവുന്ന ഏത് പൂ ഇവിടെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇവിടെ നീല നിറത്തിൽ കാക്കപ്പൂവ് എന്ന് എഴുതാൻ പോവാണ്. കാക്കപ്പൂവിന് നീല നിറമാണ് കേട്ടോ. ഇനി പൂ പൂ ചുവപ്പ് പൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത വരിയിൽ ഞാൻ എന്ത് എഴുതണം? യെസ്, ചുവപ്പ് നിറത്തിൽ ഏത് പൂ എഴുതാം? നമുക്കിപ്പോ ഒരു ചെമ്പരത്തിപ്പൂ എഴുതാം അല്ലെ. ചുവപ്പ് നിറത്തിൽ ചെമ്പരത്തി അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂ. ഓക്കെ, ഇനി അടുത്തത് പൂ പൂ റോസ് പൂ. റോസ് നിറത്തിൽ ഏതാണ്? നമുക്ക് റോസ് നിറത്തിൽ റോസാപ്പൂ എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലെ. റോസ് നിറത്തിൽ റോസാപ്പൂ. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഈ പൂക്കളുടെ നിറങ്ങളും അതുപോലെ തന്നെ പൂക്കളുടെ പേരുകളൊക്കെ മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കാം. ഇനി അടുത്ത ചോദ്യം ഇതാണ്: പീലി മോളുടെ വീട് നോക്കൂ ജനാലകൾ വരച്ചു ചേർക്കും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വരച്ചു ചേർക്കാനും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദ്യം വരും. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ 2 ഭാഗങ്ങളായിട്ട് ആ വീടുകളിലുള്ള ഓരോ മുറിയുടെ പേരും അതുപോലെ തന്നെ ആ മുറിയിൽ വെക്കുന്ന സാധനങ്ങളുടെ ചിത്രവുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് വരച്ച് യോജിപ്പിക്കാം കേട്ടോ. അപ്പൊ ഒരു വീട്ടിൽ എന്തെല്ലാം മുറികൾ ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾക്ക് പരിചയമാണ് എന്ന് മിസ് വിശ്വസിക്കുന്നു. നമുക്ക് ഓരോന്ന് നോക്കാം. അടുക്കളയിൽ ഏത് ഉപകരണമാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? ഇവിടെ ഇപ്പൊ കട്ടിലുണ്ട്, കത്തിയുണ്ട്, ബക്കറ്റുണ്ട്, സോഫയുണ്ട്, ടേബിളുണ്ട്. അപ്പൊ അടുക്കള എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്? കത്തിയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് കിടപ്പുമുറി. കിടപ്പുമുറിയിൽ ഏതാ നമ്മൾ ഉപയോഗിക്കുന്നത്? യെസ്, കട്ടിലാണ് അല്ലെ, ബെഡാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഊണുമുറിയിൽ ഏതാണ്? നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാണ്. അപ്പൊ നമുക്ക് ഊണുമുറിയിൽ ടേബിളാണ് അനുയോജ്യമായിട്ട് നമുക്ക് വരച്ചു ചേർക്കാൻ പറ്റുന്നത്. ഇനി അടുത്തത് കുളിമുറിയിൽ നമ്മൾ കുളിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ കുളിക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ഒരു ബക്കറ്റ് വേണം. ഇനി അടുത്തത് സ്വീകരണ മുറി. ആരെങ്കിലും വന്നാലും നമ്മുടെ വീട്ടിലെ വിസിറ്റേഴ്സ് ഒക്കെ വന്നാൽ അവരെ നമ്മൾ സ്വീകരിച്ചിരുത്തുന്ന മുറി, അവിടെ ആയിരിക്കും സോഫയുള്ളത്. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ കുറച്ച് ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. 7:30 നമുക്ക് വേണ്ടി എല്ലാ ടീച്ചേഴ്സും റെഡി ആയിട്ടിരിക്കും. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ധാരാളം ക്വസ്റ്റ്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇതുപോലുള്ള കുട്ടി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം കേട്ടോ. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.